നമ്മുടെ നാട്ടിൽ ഒരു സൈമൺ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി വിളിപ്പേര് ആയി എന്നായിരുന്നു. നമ്മളൊക്കെ അയച്ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ പുള്ളിയുടെ അനിയനെ ഒരു ബ്ലെയിം ചെയ്തു. പുള്ളിയുടെ വീട്ടിൽ പുള്ളി വെച്ചിരുന്ന ഒരു 25,000 രൂപ അങ്ങനെ എന്തോ പുള്ളി കട്ടു എന്നും പറഞ്ഞുകൊണ്ട് ബ്ലെയിം ചെയ്തു. പുള്ളിക്കാരന് ഭയങ്കര മനോവിഷമമായിട്ട് പുള്ളി ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ദൂരെ പുള്ളിയുടെ പെങ്ങൾ താമസിക്കുന്ന പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പുള്ളി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് മരണമൊഴി എന്ന പോലെ പുള്ളിയുടെ പെങ്ങളോട് പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് പുള്ളി ഭയങ്കര വിഷമത്തോടെ പറഞ്ഞു. മരിച്ചു കഴിഞ്ഞ് നമ്മളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചായപ്പോഴത്തേക്കും സൈമൺ എന്ന് പറഞ്ഞ പുള്ളി നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു. പുള്ളി മീൻ വിൽപ്പനയായിരുന്നു, പച്ചമീൻ വിൽക്കുമായിരുന്നു, പിന്നെ കള്ള് വിൽപ്പന ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 8:30 9 മണി 9:30 ഒക്കെ ആകുമ്പോഴാണ് പുള്ളി കയറി പോകുന്നത്. എന്നിട്ട് ഈ പുള്ളിയെ അങ്ങോട്ട് ഈ അനിയൻ്റെ ആത്മാവ് വേട്ടയാടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. പുള്ളിക്ക് അതങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പുള്ളിയെ വഴി തെറ്റിക്കുന്നു, അതായത് പുള്ളി വരാൻ ഉദ്ദേശിക്കുന്ന വഴി കൂടെ പുള്ളിക്ക് എത്താൻ പറ്റുന്നില്ല, ഇങ്ങനെ കുറേ ടോർച്ചറായി തുടങ്ങി. എന്നിട്ട് ഈ പുള്ളി പണി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് ആ വഴി കൂടെ കാട്ടിക്കൂടെ ഒക്കെ കയറ്റിക്കൊണ്ട് പോകും. ഈ പുള്ളി അറിയാതെ ഇങ്ങനെ അങ്ങ് സംഭവിക്കുകയാണ്. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് നിന്ന് പുള്ളി വിളിച്ച് പറഞ്ഞു, കൊച്ചേട്ടാ എന്നെ ആ തോടൊന്ന് കടത്തി വിടുമെന്ന് ചോദിച്ചു. കാരണം അനിയൻ ഇങ്ങനെ ആ ശല്യം ഉള്ളതുകൊണ്ടും പുള്ളിക്ക് പേടിയായിട്ട്. അപ്പം ഡാഡി പോയി. അപ്പം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞാനും മമ്മിയും കൂടെ കുറച്ച് നേരം കഴിഞ്ഞ് ഡാഡിയെ കാണാനായിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു നെല്ലിമരമുണ്ട്. അതിൻ്റെ അവിടെ ഒരു കല്ലുണ്ട്, വലിയൊരു പാറക്കല്ല്. അതിൻ്റെ മുകളിൽ വിളക്ക് അന്നേരമൊക്കെ മണ്ണെണ്ണ വിളക്കാം, അതിങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട്. ഡാഡി ഇല്ല. ഇവരപ്പം മുകളിലോട്ട് കയറിയപ്പോൾ അപ്പം ഞാൻ അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ടോർച്ചടിച്ച് പോകുന്ന വെളിച്ചം കാണാം, ആൾക്കാരിങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു വെള്ള വസ്ത്രം ഇട്ടിട്ട് ഒരാൾ, ഫുള്ള് വെള്ളം ഇട്ടിട്ട് ഒരാളും, പിന്നെ അതിൻ്റെ പുറകെ ഒരാളും, അതിൻ്റെ പുറകെ ഡാഡി ലൈറ്റ് അടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടു. ഇവരങ്ങ് കയറി പോകുന്നത് ഞാൻ കണ്ടു കേട്ടോ. എന്നിട്ട് കുറച്ചിങ്ങനെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങ് പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഡാഡി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് അങ്ങനെ ആ പുള്ളിക്കാരനെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് ഡാഡി വീട്ടിൽ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഡാഡി ആയിച്ചേട്ടൻ്റെ കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. ഡാഡി പറഞ്ഞു, ആര് നീ കണ്ടോ എന്തേ? ഞാൻ പറഞ്ഞു, ആ ഒരു വെള്ള ഉടുപ്പും കൊണ്ടിട്ട് ആരോ ഉണ്ടായിരുന്നല്ലോ, കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ കണ്ടോ ശരിക്കും? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു. അപ്പം മമ്മിയും കണ്ടെന്നും കണ്ടാ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. അന്നേരം ഡാഡി പറഞ്ഞു, ഞാനും കണ്ടു, ആരും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് ആ പാറയുടെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അപ്പുറത്തോട്ട് പെട്ടെന്ന് അങ്ങ് തെന്നി മാറുന്ന പോലെ അങ്ങനെ ഡാഡിക്ക് കണ്ടു. കഴിഞ്ഞാണോ അതിന് മുമ്പാണോ ഒരു ദിവസം ഇതുപോലെ ഈ പുള്ളി അവിടെ കിടന്നുകൊണ്ട് വലിയ കാർച്ചകാരി, കൊച്ചേട്ടാ ഓടിവായോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭയങ്കര കാർച്ചയായിരുന്നു.
കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്താ പറയണ്ട വലിയ കാർച്ച കയറി ഉടനെ ഡാഡി പിന്നെ കയറിപ്പോയി. കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയൊരു ഇതുണ്ട്, ഒരു വരക്കെട്ട് പോലെ കുറേ മരങ്ങളും കൽക്കൂട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കല്ലിൻ്റെ പൊത്തിൽ ഈ മനുഷ്യൻ നിന്ന്. അപ്പോൾ ഒറ്റയ്ക്ക് നമുക്കൊരു ആൾക്ക് ഇങ്ങനെ കയറിയിരിക്കാൻ പറ്റത്തില്ല. ആരോ കുത്തിക്കയറ്റി വെച്ച പോലെ ഈ മനുഷ്യന്. ഡാഡിക്ക് വലിച്ചൊക്കെ നോക്കിയിട്ട് ഡാഡിക്ക് അയാളെ പുറത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡാഡി പുള്ളിയുടെ വീടുണ്ടല്ലോ, അവിടെ വേറെ ഫാമിലീസൊക്കെ ഉണ്ട്, അവരെയൊക്കെ പോയിട്ട് വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഇയാളെ പുറത്തെടുത്തു. പിന്നെ ഇയാൾ ഇതുപോലെ എന്നിട്ട് രാത്രി 12 കഴിയുമ്പോഴത്തേക്കും പാതിരാത്രി ആകുമ്പോൾ ഇയാൾ ഇറങ്ങും. മരണപ്പാട്ടൊക്കെ പാടിയടാ സജി, നിൽക്കടാ, നീ എങ്ങോട്ടാണ് പോകുന്നത്, നീ എന്തിനാടാ അങ്ങോട്ട് പോകുന്നത്, ഇങ്ങോട്ട് വാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ നടക്കും. ഒന്നും അറിയില്ല, പുള്ളി ഇങ്ങനെ ഫുൾ ഒപ്പീസൊക്കെ ചൊല്ലിക്കൊണ്ട് പോകും. എന്നിട്ട് അങ്ങേ മലയിൽ പോയി അത് കഴിഞ്ഞൊരു 4 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ചൂട്ടിൻ്റെ കറ്റ പന്തമൊക്കെ ആക്കിക്കൊണ്ട് പുള്ളി മുകളിലോട്ട് കയറി പോവുകയും ചെയ്യും. പിന്നെ പുള്ളി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് ഒത്തിരി ചെയ്യുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണെങ്കിലും ലാസ്റ്റ് പുള്ളി മരിച്ചത് സൂയിസൈഡ് ചെയ്ത് തന്നെയാണ് മരിച്ചത്. എനിക്കിപ്പോഴും ആ ദിവസം ഓർമ്മയുണ്ട്. അതൊരു ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ സമയത്താണ്. എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. ഒരു 3 മണിയൊക്കെ ആയി കാണും. ക്ലോക്കിൻ്റെ ഒച്ച കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. സമയത്ത് എവിടുന്നോ ഒരു ചെങ്ങലയുടെ ഒച്ച ഇങ്ങനെ കേട്ടു. ജനാലയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ചെങ്ങലയുടെ ഒച്ച ഇങ്ങനെ കൂടിക്കൂടി വരിക. ജനാലിൻ്റെ അടുത്തൂടെ നോക്കിയ സമയത്ത് ഗേറ്റിൻ്റെ അടുത്തൊരു രൂപം നിൽക്കുന്ന പോലെ തോന്നി. വീടും ഗേറ്റും തമ്മിൽ അത്യാവശ്യം ദൂരമുണ്ട്. പക്ഷെ എന്നാലും ആ രൂപത്തെ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ സമയത്ത് ആ രൂപത്തിന് തലയില്ല. ഇത് കണ്ട് പേടിച്ച് ഞാൻ എല്ലാവരും വിളിച്ചു കൂട്ടി. പക്ഷേ ഞാനല്ലാതെ വേറെ ആരും ആ രൂപം കണ്ടില്ല. ഇവരാരും എന്നെ വിശ്വസിച്ചുമില്ല. ഈ ചെങ്ങലയുടെ ഒച്ചയും പിന്നെ അതേപോലെ തലയില്ലാത്ത രൂപവും കണ്ടിട്ട് അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ രാത്രി ഞാൻ കഴിച്ചു കൂട്ടി. അങ്ങനെ രാവിലെ ഒരു പയ്യൻ വന്നിട്ട് പറയാണ് വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ മരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ആ മരണ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചാണ് ഞാൻ അറിയുന്നത് ആ ചേട്ടൻ കുറേ കാലമായിട്ട് ചെങ്ങല കിട്ടേക്കായിരുന്നു. അതേ ചെങ്ങല ഉപയോഗിച്ച് കഴുത്ത് മുറുക്കിയാണ് ആ ചേട്ടൻ മരിച്ചത്. എനിക്കിപ്പോഴും ഉറപ്പാണ് ഞാൻ അന്ന് കണ്ട ആ രൂപം അത് അയാളുടെ തന്നെയാണ്. ഭൂമിയിൽ മനുഷ്യനുണ്ടായ കാലം തൊട്ടുള്ള പ്രകൃതമാണ് കൊന്നു തിന്നുക എന്നുള്ളത്. കാലം എത്ര കഴിഞ്ഞാലും അതിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നൊന്നും തോന്നുന്നില്ല. വെറിപിടിച്ച ക്രൂരമായ സ്വഭാവമുള്ളവരാണ് നമ്മൾ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ എന്നും
വൈകുന്നേരങ്ങളിൽ ആ വീട്ടിൽ നിന്നും വല്ലാത്തൊരു ബഹളവും ഒച്ചയും കേൾക്കുക പതിവായിരുന്നു. എല്ലാ ദിവസവും ഇത് കേട്ട് കേട്ട് ഞങ്ങൾ അയൽപ്പക്കക്കാർക്ക് ഈ ബഹളം ഒരു ശീലമായി തുടങ്ങി. ഒടുവിലൊരു ദിവസം ആ വീട്ടിൽ നിന്നും ശബ്ദങ്ങളൊന്നും കേൾക്കാതായപ്പോൾ ഞങ്ങൾക്കൊരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. സംശയം തന്നെയായിരുന്നു അത്. പക്ഷെ ദിവസങ്ങളോളം പിന്നീട് അവിടെ നിന്നും ശബ്ദങ്ങളൊന്നും നമ്മൾ കേട്ടില്ല. ഒടുവിൽ ഞങ്ങൾക്കിടയിൽ അതൊരു ചർച്ചാ വിഷയം തന്നെയായി. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്നും വല്ലാത്തൊരു വൃത്തികെട്ട മണം വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു അവിടെ ഒന്ന് ചെന്ന് നോക്കാനുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കാണുന്നത് വീട് തുറന്നു കിടക്കുകയായിരുന്നു. അകത്തോട്ട് ഞങ്ങൾ ചെല്ലുന്തോറും ഞങ്ങളുടെ മൂക്കിലേക്ക് ആ വൃത്തികെട്ട മണം ഇടിച്ച് കയറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചറിഞ്ഞു ആ മണം വരുന്നത് അകത്തുള്ള ഫ്രിഡ്ജിൽ നിന്നാണെന്ന്. അല്പം ശങ്കയോടെ ഞങ്ങൾ ആ ഫ്രിഡ്ജിനടുത്തേക്ക് ചെന്നു. ഞങ്ങളത് തുറന്നു. അതിൻ്റെ അകത്തെ കാഴ്ച ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു. പൊതിഞ്ഞു വെച്ച ഒരു മനുഷ്യ ശരീരമായിരുന്നു അത്. പിന്നീട് കാര്യങ്ങളൊക്കെ പത്രവാർത്തയിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത്. അയാൾ അവളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയായിരുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ പൊതിഞ്ഞു കെട്ടി അയാളെ അങ്ങോട്ട് കൊണ്ടുപോയി കളയുകയും ചെയ്തു. പിന്നീട് അയാളെ പറ്റി വാർത്തയിൽ വന്നത് അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. അയാൾ എന്തിനായിരുന്നോ ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഒരു നിമിഷം അയാൾക്ക് സ്വന്തം ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? ഇതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ മാറിയിട്ടില്ല, പുരോഗമിച്ചിട്ടില്ല. Human is a born animal.